എല്ലാവർക്കും നെക്സ്റ്റ് ഇൻവൈറ്റിൻ്റെ പുതിയൊടയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഇൻ്റർനെറ്റ് കഫേ സിമുലേറ്റർ 2. അപ്പോൾ എപ്പിസോഡ് 1 ആണ്. വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ കുറേ നാളായില്ലേ കണ്ടിട്ട്, പിന്നെ കുറേ നാളായില്ലേ കണ്ടിട്ട്. പക്ഷേ സെക്കൻഡ് ചാനലിലും അങ്ങനത്തെ ആക്റ്റീവായിരുന്നു. സെക്കൻഡ് ചാനലിലും പിന്നെ തേർഡ് ചാനലിലും ഞാൻ നല്ല ആക്റ്റീവായിരുന്നു. പോയിക്കോ, തേർഡ് ഫ്ലോറിലേക്ക് പോയിക്കോ, അങ്ങോട്ട് എവിടേക്കാണ് പോകേണ്ടത്. പ്രസ് M ഫോർ ഓപ്പൺ ദ മാപ്പ്. ഓക്കെ, ഇതാ മാപ്പ് ഓപ്പൺ ചെയ്തു. സെക്കൻഡ് ഹാൻഡ് ഫോട്ടോ ഹോം ഇവിടെയാണ് നമ്മുടെ ഇൻ്റർനെറ്റ് കഫേ ഉള്ളത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോയിട്ട് മാപ്പ് എടുക്കാനാണ്. പിന്നെ ഇതാരാ പോലീസ്? ചേടാ ഞാനോ? ഓക്കെ, ഞാൻ അങ്ങനെ വൈഫൈ ഓഫാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർനെറ്റ് കഫേ. ഇതാണ്. അയ്യോ, ഇതിനെ നമ്മൾ ക്ലീൻ ആക്കണം. അങ്ങനെയെല്ലാം പരിപാടികളുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇതെല്ലാം ക്ലീൻ ആക്കണം. അത് അപ്പോൾ ക്ലീൻ ആക്കിയിട്ട് കാണിക്കാവേ, എന്നിട്ട് കാണിക്കാം ക്ലീൻ ആക്കിയിട്ട്. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയെന്താ ക്ലീൻ ചെയ്യാനുള്ളത്? ഇനിയൊന്നും ക്ലീൻ ചെയ്യാനുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ക്ലീനിങ് അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ക്ലീനിങ് കഴിഞ്ഞു. ഓക്കെ, ക്ലീനിങ് കഴിഞ്ഞു. ഇനി ഇലക്ട്രിസിറ്റി ഓൺ ആക്കണം. ഇവിടെ ഇലക്ട്രിസിറ്റി സ്വിച്ച് ഓൺ ആക്കിയിട്ട് നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് പോകണം. സാമസോറിൽ പോകണം. ബൈ കമ്പ്യൂട്ടർ കേസ്, മോണിറ്റർ, കീബോർഡ് ആൻഡ് ഇതും 4 നമുക്ക് നോക്കണം. അത്യാവശ്യം നല്ലൊരു സംഭവം തന്നെയാണ് ഈ ഗെയിം. അത്യാവശ്യം നല്ല ഗെയിം തന്നെയാണ്. ഐ തിങ്ക് ഇറ്റ്സ് നല്ല ഗെയിമാണ്. ഒരു നല്ല ഗെയിം എനിക്ക് തോന്നുന്നു. അത് കറക്റ്റായിട്ട് അറിയില്ല. ഇതിൻ്റെ ആർക്കേഡ് മെഷീൻ ഇത് വെക്കണോ അതോ ഒരു മോണിറ്ററിൻ്റെ ബിൽഡാക്കാമോ? അപ്പോൾ ഫസ്റ്റത്തെ ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ എല്ലാം വില കൂടിയത് തന്നെ ഇരിക്കട്ടെ. വില കൂടിയത് തന്നെ എല്ലാം ഇരിക്കട്ടെ. മോണിറ്റർ നമുക്ക് ലാസ്റ്റ് വെക്കുക. മൗസ് ഞാൻ ഇത് മതി. കീബോർഡ് ഇവിടെ, കീബോർഡ് എനിക്ക് മൗസ് ഇവിടെ അല്ല, മോണിറ്റർ ഇവിടെ, മോണിറ്റർ. ഓക്കെ, മോണിറ്റർ ഇപ്പം എത്രയായി? 1779. എൻ്റെ ഒരു ബിസിനസ് പരമായ ഒരു ഐഡിയയിൽ അയ്യോ ആഡ്. दोस्तों, क्या आप अपने मोबाइल में ये वाटर वॉलपेपर ഇനി നമ്മുടെ അടുത്ത് $40 ഉണ്ട്. പറ്റുവാണെങ്കിൽ ഒരു ഗെയിമിംഗ് ചെയറും കൂടി വീഡിയോയിൽ മേടിക്കണം. ഒരു 20 മിനിറ്റ് ഉണ്ടാവും. 20-30 മിനിറ്റിലും ഉണ്ടാവും ഉറപ്പാണ്. കാരണം ഞാൻ അത്രയും വലിയ വീഡിയോസ് എല്ലാം ഇടാൻ തീരുമാനിച്ചു. അത്രയും വലിയ വീഡിയോസ് എല്ലാം ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ ഇൻ്റർനെറ്റ് കഫേ എന്ന് പറഞ്ഞ ഒരു അത്യാവശ്യം ഒരു പ്രോഗ്രാമാണ്. അത് പറഞ്ഞാലേ പറ്റുള്ളൂ. ഇവിടുന്ന് എന്തെങ്കിലും മേടിക്കാൻ പറ്റുമോ? ഇനി മറ്റേ സംഭവം വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിനെപ്പോൾ വരുമോ? അല്ല, അതുവരെ എന്ത് ചെയ്യണം? അവരെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും പറ്റും. അതുപോലെ ഫുഡ്സ് അതെന്താ
ഇതെന്താ അപ്ഗ്രേഡാ? അതൊന്നും ഇപ്പോൾ ചെയ്യാനുള്ള പൈസ ഇല്ല. ഇനി എന്താ ലാപ്സാണ് അല്ലേ? ഇതെന്താ സംഭവം? ഇന്റർനെറ്റ് കഫേ സിമുലേറ്റർ. അതാ സംഭവങ്ങൾ വന്നു. ഓക്കെ, സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇതുണ്ട്, എല്ലാം പൊടിയാണ്. പക്ഷേ ഈ ചെയർ മാത്രമേ ഒരു വൃത്തികെട്ട ചെയറുള്ളൂ. ബാക്കിയെല്ലാം നല്ല സീൻ സാധനമാണ്. നിൽക്കാൻ ക്യാൻസൽ. ഇത് ത്രോ ചെയ്തിട്ട് ഇതെടുത്തു. ത്രോ ചെയ്യണം. എന്നിട്ട് ഇതെടുക്കണം. ത്രോ അല്ല ചെയ്യണ്ട. എനിക്ക് ബിൽഡാ ചെയ്യണ്ട. ലെഫ്റ്റ് ഇങ്ങനെ ചെയ്തു. ഇപ്പം റെഡിയായില്ലേ? ഓക്കെ, ബിൽഡ്. ഇനി ഇതെടുത്തിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു എന്തായാലും ഒരെണ്ണം മേടിക്കണം. ഇതിന് താഴെ വെച്ചാലോ? വേണ്ട, താഴെ വെക്കണ്ട, മുകളിൽ തന്നെ സീനായിട്ടിരുന്നു. അതെന്താ കറണ്ട് പോയാ? ഇലക്ട്രിസിറ്റി സോഴ്സ്. എൻ്റെ ഹങ്കറെല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. ഹങ്കറെല്ലാം ഭയങ്കര കുറവാണ്. മിക്കവാറും ഞാനിപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കേണ്ടി വരും. ഒരു ഫുഡ് കഴിക്കട്ടെ. എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നുണ്ട് ഫുഡ്. ഇവിടെ ഉണ്ട്. ഇവിടെ ഞാൻ കണ്ടായിരുന്നു. അവിടെ ഫുഡ് വേണ്ട എനിക്ക്. ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, എനിക്ക് പൈസ വന്നു. ഓക്കെ, വല്ലതും കഴിക്കണം. വല്ലതും കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഇത് LED നല്ല സാധനമാണ്. ഫുള്ള് പൊളി സാധനങ്ങളെ. അയ്യോ, ഇതും ലെഫ്റ്റ് അല്ല. അയ്യോ, റൈറ്റ് മതിയായിരുന്നു. റൈറ്റായിരുന്നു നോക്കണ്ട. ഈ മോണിറ്റർ അത്ര മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. അത്യാവശ്യം നല്ല മോണിറ്റർ തന്നെയാണ്. ഫസ്റ്റത്തെ PC ബിൽഡല്ലേ, അത്രയ്ക്ക് വലിയ PC ബിൽഡൊന്നും ആവശ്യമില്ല. ഫസ്റ്റത്തെ PC ആയതുകൊണ്ട് അത്ര വലിയ PC ഒന്നും ആവശ്യമില്ല. ഇവൻ മറ്റേ കള്ളനാണ്. പോലീസേ, നീ പോടാ പോലീസേ. അയ്യേ, ഞാൻ ഏത് കീബോർഡ് ഓർഡർ ചെയ്തേ? ഇതെൻ്റെ കീബോർഡൊന്നുമില്ല. അയ്യേ, ഇത് ഏത് കീബോർഡ്? അയ്യേ, ഏത് കീബോർഡ്? ഞാൻ ഏത് കീബോർഡ് ഓർഡർ ചെയ്തേ? അയ്യേ, യു ആർ ബ്ലാക്ക് ഔട്ട്. എന്താ പ്രശ്നം? ഗെയിം സേവ്ഡ്. അയ്യോ, ഇവിടെ ഒന്നും വെക്കാൻ പറ്റൂല. ഇപ്പോൾ വല്ല കള്ളനും കയറിയിട്ടുണ്ടാവും. അയ്യോ എന്നെ എടുത്തോണ്ട് പോലെ. ഇതാ ഞാൻ ഏട്ടാ, ഇതാ വരുന്നേ. എൻ്റെ പൊന്നു മോനെ. എടാ വേഗം വേഗം. എംപ്ലോയിനെല്ലാം ഹയർ. എടാ അതല്ലടാ, ബോംബെറിഞ്ഞ് പൊട്ടിക്കും. ഇതിനകത്ത് ടെററിസ്റ്റ് എല്ലാം ഉണ്ട്. ഏതോ ഒരു ടെററിസ്റ്റ് ഉണ്ട്. ടെററിസ്റ്റ് ഏതാണെന്നറിയില്ല. ഏതോ ഒരു സാധനമാണ്.
ട്രാൻസ്ഫർ. ഭാഗ്യം ഒന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ മോനെ യുവർ ബ്ലാക്ക് ഔട്ട്. മനസ്സിനെ പൂർത്തിക്കാനായിട്ട്. ഓക്കെ, ഇപ്പം റെഡിയല്ലേ? ആവൂലടേ, ഞാൻ ഓഫ് ചെയ്തിട്ടേക്കോ. ബിൽഡ് എടാ, ബിൽഡ് ആക്കടാ. അതാ ബിൽഡ്. അയ്യോ, ബിൽഡ് ഇതിൻ്റെ 360 ഡിഗ്രി കറങ്ങുവാണ്. ബിൽഡ് ഇലക്ട്രിസിറ്റി ഓൺ ചെയ്തോട്ടെ. ഇതാറ് ഇലക്ട്രിസിറ്റി ആണ് കട്ടി വിടുന്നത്. ഇതെൻ്റെ RGB മ്യൂസ് തന്നെയാണ്. എന്നെ സാധനം തന്ന് പറ്റിച്ചു മാറി. എൻ്റെ മോനെ, ഇങ്ങനത്തെ പറ്റിക്കൽ പാടില്ല. ഒരു ദിവസം ഞാൻ നല്ലൊരു വലിയ PC സെറ്റപ്പ് ചെയ്യുന്നതായിരിക്കും. ബിൽഡ് ഓക്കെ, കഴിഞ്ഞില്ലേ? ഓ, ഇനി ഒരു ചെയറും കൂടി ആണല്ലേ. അയ്യോ, ഇപ്പൊ പൊളിയല്ലേ? അങ്ങനെ ആദ്യത്തെ PC റെഡി. ഇനി ഇത് ഓപ്പൺ ചെയ്തോ. ഓ, കറണ്ട് പോയതുകൊണ്ട് ഇത് ഓഫായി കൊടുക്കാം. നമ്മുടെ ആദ്യത്തെ പൊളി കസ്റ്റമർ ആരാണെന്ന് നോക്കാം. ഇതൊരു ടെററിസ്റ്റാണ്. പിന്നെ ഇതിനകത്ത് കള്ളന്മാരെല്ലാം സൂക്ഷിക്കണം. അയ്യോ, ടെററിസ്റ്റാണ് അത്. ഇത് സാധനം വല്ല എടുക്കുമോ? പറയാൻ പറ്റില്ല. ഓപ്പൺ. ഓക്കെ, അവർ ബാറ്റും പിടിച്ചോണ്ട് അങ്ങ് നിൽക്കാം. കാരണം ചിലവർ പൈസ തരാണ്ട് പോകും. അങ്ങനത്തെ വിഷയമെല്ലാം ഉണ്ട്. നിൽക്കാം. ഇതിനകത്തൊന്ന് അപ്രൂവ് ചെയ്യുന്ന സംഭവമില്ല. അതെന്ന് ചേട്ടാ, ഇന്റർനെറ്റ് കഫേല്ലോ നാള് ഭയങ്കര കുറവാണ്. ഇപ്രാവശ്യം നോർമൽ വാൾപേപ്പേഴ്സ് അത്യാവശ്യം നല്ല വാൾപേപ്പർ. ഇത് അപ്രൂവൽ വേണം. റിക്വസ്റ്റ് ഇത് എവിടെയാ വരിക? ഇതിനകത്ത് മാറ്റിയാ വാൾപേപ്പർ മാറ്റിയാ. നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ ഇത്ര വട്ടം ഉപയോഗിച്ചു കഴിഞ്ഞോ? ശരിക്കും ഇത്ര വട്ടം ഉപയോഗിച്ചു കഴിഞ്ഞോ? ഇതൊന്ന് ചേച്ചിയുടെ പൈസ തരാണ്ട് ഓടിപ്പോന്നു. കള്ള ചേച്ചി പൈസ തരാണ്ട് ഓടിപ്പോന്നു. കള്ളത്തി. ഇനിയിപ്പോ ഇങ്ങനെ അടിക്കും. പുഷപ്പെടുത്തുന്നതുകൊണ്ട് ഇപ്പൊ പങ്കടിച്ചിട്ട് അടിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ അടിക്കാൻ പറ്റുന്നില്ല. അതിനുള്ളിൽ വല്ല കള്ളം വരും. കള്ള ചേച്ചി വേറെ ബെഗറാ. അപ്രൂവൽ കൊടുക്കട്ടെ. എന്താ ചെയ്യുന്ന? ഇതെന്താ സെൻസേർഡ് കണ്ടന്റാണ് കാണുന്നല്ലേ? ചേച്ചി കുഴപ്പമില്ല, എന്നെ പോലീസ് ഓടിക്കാതിരുന്നാ മതി കേട്ടാ. ഞാൻ പോലീസ് ഓടിക്കുന്നു. കുറേ നേരത്തേക്ക് ഒന്ന് ഉപയോഗിച്ചു തന്നാൽ മതി. ഈ ചേച്ചി ഈ കസേര എടുത്തോണ്ട് പോയല്ലോ എപ്പോഴത്തേനും. അതോ ആർക്കേഡ് മെഷീൻ എല്ലാം മേടിക്കണം. ഫസ്റ്റ് എത്ര പൈസ കിട്ടും നോക്കട്ടെ.
കഴിഞ്ഞില്ല. ഇതിനി എപ്പോൾ അയ്യോ ഞാനിവിടെ സ്റ്റക്കായി പോകും. അതിനകത്ത് പൈസ തരാണ്ട് പോയൊക്കെയുണ്ട്. ഗ്ലാസ് ഒന്ന് വൈകിപ്പോയാൽ മതി. സെൻസൈഡ് കണ്ടിട്ട് എന്താ കാണുന്ന ചേച്ചി ഡിസ്റ്റർബ് ചെയ്യണം. പിന്നെ അതിൻ്റെ പേരും കൂടി പറഞ്ഞ് പോയാൽ മതി. ഈ കസേര ഞാൻ മാറ്റുന്നതായിരിക്കും. ഒരു വൃത്തികെട്ട കസേരയായിപ്പോയി. ടേക്ക് മണി ഞാൻ എടുക്കാൻ പറ്റില്ല. ഞാൻ പോയിട്ട് വല്ലതും കഴിച്ചിട്ട് വരാം. ഷട്ടർ ക്ലോസ് ചെയ്താലോ? ആ ചേച്ചി ഇപ്പോൾ ഉറങ്ങുന്നുണ്ട്. ഇനി ലേശം ഡോണ്ട് ഇനഫ് മണി. എനിക്കിപ്പോൾ $0 ഇനി ഇവനെന്തെങ്കിലും അടിച്ചു കൊടുക്കൊണ്ട് പോയിട്ടുണ്ടോ? ചേച്ചി കള്ള ചേച്ചി എവിടേക്കാ പോകുന്നത് ചേച്ചി? പൈസ മേടിച്ചു. ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഇവൻ കള്ളനാണെന്ന്. ഇങ്ങനെ പോകുന്നുണ്ടപ്പോൾ അവൻ പൈസ വരാണ്ട് നോക്കാം. അല്ല, ഇവൻ്റെ മുകളിലുള്ള സംഭവം കാണിക്കുന്നില്ല. അപ്പം ഇവൻ പൈസ തരാണ്ട് പോകുന്നുണ്ട്. ഇലക്ട്രിസിറ്റി സോഫ് വെറുതെ അല്ല. ഇത് ആരുടെ കട്ട് ചെയ്ത് കളയുന്നത്? ഇത് ഭയങ്കര പണിയാണ് കേട്ടോ. ഈ ഇലക്ട്രിസിറ്റി സോഫ് എന്നുള്ളത് ഞാനത് അപ്രൂവ് ചെയ്യണം. എല്ലാവർക്കും അപ്രൂവ് കിട്ടണം. അതാണ് ഏറ്റവും വലിയ ചടങ്ങ്. അല്ല, എൻ്റെ അടുത്ത് ഇപ്പോൾ എത്ര $ഉണ്ട്? നല്ല പൈസ ഉണ്ടാവും. അത്യാവശ്യം പൈസ എൻ്റെ അടുത്ത് ഇപ്പം തന്നെ ഉണ്ടാവും. ഇതെന്ത് രാത്രിയാവാത്തതിനകത്തൊന്നും എനിക്ക് രാത്രിയാവാത്ത എന്തുകൊണ്ടാണ് എനർജി എൻ്റെ കഴിയാറായി കേട്ടോ. എൻ്റെ എനർജി കഴിയാറായി. അത് തന്നെ കൂട്ടുന്ന എനർജി. ഓക്കെ 18 മിനിറ്റായി. ഓ യൂട്യൂബിലേതോ വീഡിയോ കാണുമോ? നിൽക്കാം. നമുക്ക് മാക്സ് വല്ലതും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ? ഇതെന്ത് സംഭവം? ഓ 5 സ്റ്റാർ എ ഗ്രേറ്റ് പ്ലേസ്. 5 സ്റ്റാർ. ഓ 5 സ്റ്റാറിന് വേറെ ഒരാൾ ചവരെന്ന് പറഞ്ഞാലും ബ്ലാക്ക് ഔട്ട്. യു ആർ ബ്ലാക്ക് ഔട്ട്. എന്തുകൊണ്ടാ? ഗെയിം സേവ്ഡ്. ഓക്കെ, ഇവിടെ ഫ്രിഡ്ജിൽ വല്ലതും ഉണ്ടാവും? ഇല്ല. ഓക്കെ, ഇവിടെ എന്താ? ഇവിടെ കുറേ സാധനങ്ങളെല്ലാം വെക്കാം. ഇപ്പം 5% സ്നേഹം നമ്മളോട് നമ്മുടെ വൈഫിനുണ്ട്. ഇത് നമ്മുടെ വൈഫിനുണ്ട്. എടാ ഇത് ഞാൻ കണ്ടിട്ടില്ലോ. ഞാൻ വിചാരിച്ചു അത് വല്ല നമ്മുടെ മദറായിരിക്കുന്നു. അതിനകത്തെന്തോ ഓപ്ഷൻ എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി വീണ്ടും ചെയ്യണം. ഓക്കെ, ഇപ്പം തന്നെ 20 മിനിറ്റ് ആവാറായി. പിന്നൊരു സീനും ഇല്ല. 20 മിനിറ്റെല്ലാം ആയില്ലേ? എത്രയല്ലേ വേണ്ടേ? ഇത്രയെല്ലാം വേണ്ടേ? ഒരു 30 മിനിറ്റെല്ലാം ആവണം. നിങ്ങൾ കാണുമെന്ന് അറിയില്ല. നിങ്ങൾ കാണുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ 1 മണിക്കൂർ വരെ ഫാമിലിനായിട്ട് തന്നെയല്ലേ ഇത് മറ്റേ അയ്യോ ആരും അടിച്ചിട്ട് അറിയാണ്ട്. ആരോ
അപ്രൂവൽ അപ്രൂവ്. ഓക്കെ, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വേറെന്താ ഉള്ളത്? സാംസങ് എന്തെങ്കിലും ഉണ്ട്. ഇതെന്താണ്? ആപ്സ്. ഇത് സ്റ്റീമിലുണ്ട്. സ്റ്റീം എന്നതിനെ ഡൗൺലോഡ് ചെയ്യട്ടെ. മൈനർ, എംപ്ലോയി, ഇത് എടുത്തേക്ക്. ബാക്കിയുള്ള എന്താണെന്ന് എനിക്കറിയില്ല. സ്പോട്ടിഫൈ എന്താണെന്ന് അറിയാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ തുറന്നു വെച്ചേക്കാം. അല്ല, ഇയാളെന്ത് കാണുന്നു? യൂട്യൂബാണ്. ഭാഗ്യം സെൻസ് ചെയ്തുകൊണ്ടൊന്നും കണ്ട്. അയ്യോ, എനിക്ക് വിശക്കുന്നു. ഞാൻ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരട്ടെ. അവിടെ ഇത് മാത്രമേ പണിയുള്ളൂ. ഇത് കഴിക്കാതിരിക്കാൻ ഇല്ല. മറ്റോ പൈസ ഇല്ലാണ്ട് പോകാതിരുന്നാൽ മതി. ഓക്കെ, പ്ലീസ് മാം, പ്ലീസ്. എന്താ ഇവൻ്റെ തലയിലെന്താണ്? അല്ല, എടാ മോനെ, ഇയാടെ ഇവൻ്റെ ഷർട്ട് ഏതാണെന്ന് നോക്കി. ഇന്ത്യൻ ബൈക്സ് ഡ്രോയിങ് 3D. ഓർമ്മ വരുന്നുണ്ടോ? ഇന്ത്യൻ ബൈക്സ് ഡ്രോയിങ് 3Dയിലെ ഡ്രസ്സല്ലേ ഇത്? അതെ. ഓ, ഇതിനകത്ത് അതെല്ലാം ഉണ്ടായിരുന്നോ? എന്താണ് ട്രാഷാണ്. മറ്റേ മോപ്പ് വെച്ചിട്ട് മോപ്പ് വെച്ചിട്ട് ഇവർ കളയാണ്ടൊക്കെ ഓർമ്മ കൊടുക്കാൻ പറ്റുമോ? ക്ലീൻ ചെയ്യരുതെന്നല്ല, ഡേർട്ടി ആക്കരുതെന്ന് പറഞ്ഞിട്ട് ഇതപ്പോന്ന് പൈസ രണ്ട് പോകുന്നു. നീ എൻ്റെ അടുത്താണോ? ഞാൻ തിരിച്ചു അറിയാടാ. നിനക്ക് എന്തറിയോ എൻ്റെ മോനെ? എൻ്റെ മോനെ, ഇവിടെ നല്ല ഇടിഫുട്ട് ഫൈറ്റ്. അയ്യോ, ഇവനാ ബാറ്റ് എടുത്തിരിക്കുമോ? എൻ്റെ മോനെ, എൻ്റെ മോനെ അളിയാ, ഓടിക്കോ മോനെ, ഓടിക്കോ. എൻ്റെ പൊന്നെ ഓടിക്കോ, അല്ലെങ്കിൽ വന്നി കിട്ടി കളി. നല്ല മസിലെല്ലാം ഉണ്ട്. ഇന്ത്യൻ ബേസിലെ ആള് വരെ പൈസ രണ്ട് പോക്കാം. വേഗം ഒരു ഷട്ടർ അടിക്കുക. അയ്യോ, ഇതാ പോയി ചേച്ചിയും പോയി. ചേച്ചി പൈസ എന്നിട്ട് പോ ചേച്ചി. അയ്യോ, വീണ്ടും ബ്ലാക്ക് ഔട്ട്. ഭാഗ്യം ഷട്ടർ ഇപ്രാവശ്യം ഇവിടെ തന്നെയാണ്. ഇത് മറ്റവൻ ഇതാരാ? ബഗ്ഗോ? ഓക്കെ, ഇവനെല്ലാം ഇവിടെ കുറെ എംപ്ലോയിനെല്ലാം വെക്കും. എനിക്ക് ഓപ്പൺ ആക്കാം. ഈ ഷോപ്പ് ഓപ്പൺ ചെയ്യട്ടെ. നമ്മുടെ PC സെറ്റപ്പ് ഭയങ്കര മോശം. അതിലും ഭേദം ആ PC സെറ്റപ്പ് തന്നെ. ഇതാ സ്റ്റീമിൽ നിന്ന് കുറച്ച് സംഭവം ബൈ ചെയ്യാൻ പറ്റുമോ? ഇത് മൈനിങ്. സ്റ്റീം ഇതാ മൈൻക്രാഫ്റ്റ് അല്ലേ ഇത്? അതെ. മോനെ, ഇതാ പബ്ജി അല്ലേ? ചിക്കൻ പാൻ റോയൽ പബ്ജി. ഇവിടെ പബ്ജിയുടെ പക്ഷെ എനിക്ക് പബ്ജി അത്ര ഇഷ്ടമൊന്നുമില്ല. എനിക്കിഷ്ടം പബ്ജി അല്ല, ഞാൻ പബ്ജി ഫാനല്ല. നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, ഞാൻ പബ്ജി ഫാനല്ല, ഞാൻ ഫ്രീ ഫയർ ഫാനാണ്. Do not enter your private computers have virus. അതിന് വല്ല ആപ്പ് ഉണ്ടോ? നമ്മൾ അവിടെ എന്തെങ്കിലും ആപ്പ് ഉണ്ടായിരുന്നല്ലോ. വൈറസസ്
ആൻറ്റിവൈറസ് ആണ്. ആൻറ്റിവൈറസ്. ഓ, ഇതിനകത്ത് കുറേ വൈറസ് ഉണ്ടെന്ന് പറയുന്നു. ഇതോ പൈസ ഇല്ല, ഇതോ പൈസ ഇല്ല. എത്ര? $555. ഇപ്പൊ നമ്മുടെ അടുത്ത് എത്രയാണ് $? ഉണ്ടോ? ആൻറ്റിവൈറസ് ബൈ പ്രീമിയം വാങ്ങിക്കാം. അല്ല, ഇപ്പം നമ്മുടെ അടുത്ത് എത്ര പൈസ ഉണ്ട്? ഇത് കാണുന്നില്ല, ശരിക്കും കാണുന്നില്ല, ക്ലാരിറ്റി ഇല്ല. അല്ല, ഒരെണ്ണം കൂടി നമുക്ക് ഒരു സാമസോറിൻ്റെ ഒരു സംഭവം കൂടി നമുക്ക് എടുക്കണം. സാമസോറില്ലേ, സാമസോറിൽ നമുക്കൊരു ടേബിൾ വരുത്തി എടുത്തിട്ടോ. കുറച്ച് $ഉണ്ട്. ഒരു ആർക്കിംഗ് മെഷീൻ മേടിച്ചാലോ? അല്ലെങ്കിൽ ഇതാരോ സാറേ എന്താണ് സാറേ? എന്താ? അയ്യോ, ഇതാ കള്ളൻ സാറേ, കള്ളൻ വരുന്നു സാറേ, മാറി ചേച്ചി. എവിടെ? ഓനെൻ്റെ സാധനം അടിച്ചു വെച്ചിട്ടുണ്ട്. ഓടിപ്പോ. ഇത് മറ്റോണം തന്നെ. അയ്യോ, ഓടിക്കോ മോനെ, ഓടിക്കോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അത്രയ്ക്ക് പവർഫുൾ അല്ല. ബാറ്റെടുത്ത് അതിൻ്റെ ഇടയിൽ ഒരു കള്ളൻ മോണിറ്റർ അടിച്ചു പറ്റിക്കൊണ്ട്. യു ആർ ബ്ലാക്ക് ഔട്ട്. അത് ഇത് മറ്റൊന്നല്ലേ, എന്നാലും കള്ളൻ കൊണ്ട് നമ്മുടെ സാധനം അടിച്ചു പറ്റിക്കൊണ്ട് പോകാം. ഇവിടെ കള്ളൻ നമ്മുടെ സാധനം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. നമുക്ക് ഇനിയും സാധനം മേടിക്കേണ്ടി വരും. എവിടെ? ഈ കള്ളന്മാർ ലേശം സീനാണ് കേട്ടോ. നമുക്കെന്നാലും ഒരു മോണിറ്റർ മേടിക്കാം. എത്ര വലിയ മോണിറ്റർ ആയിരുന്നുണ്ടോ അത്? LED മേടിക്കാൻ പറ്റുമോ? പൈസ ഉണ്ടോ? ഇപ്പം നമ്മുടെ അടുത്ത് എത്രയുണ്ട്? $37. അയ്യോ, എൻ്റെ മോനെ. അവിടെ ഒരു പഴയ സാധനം മേടിക്കാൻ തന്നെ ഇപ്പം എൻ്റെ അടുത്ത് പൈസ ഇല്ല. ഒരു പഴയ സാധനം മേടിക്കാൻ തന്നെ ഇപ്പോൾ ഒരു പൈസയും ഇല്ല. എന്തുമില്ല. ഒരു $150 മേടിക്കാൻ പറ്റുമോ? ഇല്ല, എല്ലാം കള്ളൻ അടിച്ചുകൊണ്ട് പോയി. 150 മേടിക്കാൻ പറ്റും. ഒരു 150 മേടിക്കാം ഇപ്പോൾ തൽക്കാലത്തേക്ക്. ഓക്കെ, ഞാൻ ഇതൊന്ന് കുറച്ച് ആഡ് കാണട്ടെ. ആഡ് കണ്ടിട്ട് കുറച്ച് പൈസ ഉണ്ടാകട്ടെ. പൈസ ഇല്ലാണ്ട് പ്രശ്നമാണ്. നിൽക്കാൻ ആട് കണ്ടിട്ട് സംഭവം ഇവിടെ. അത് ഇതിന് എങ്ങനെ ശരി? ആട് കാണാൻ വന്നു. ഇനി നെറ്റ് ഓണാക്കണം. നെറ്റ് ഓണാക്കണം ഇനി.
ഓക്കെ, ആടൊന്നും കണ്ടില്ല. ആട് 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 ചേടാ, ഇത് ആട് കാണാൻ പറ്റുന്നില്ല. ഈ കള്ളനെല്ലാം നശിപ്പിച്ചടാ. മൈൻക്രാഫ്റ്റിൻ്റെ മറ്റേ ഗെയിം മേടിക്കണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീണ്ടും കണ്ടുവിട്ടാൽ ഇറ്റ്സ് മീ നസീം വൈറ്റി സൈനിങ് ഓഫ്.